ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ഇടിയൻ ചന്തു സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇടിയൻ ചന്തു എന്നുള്ളതാണല്ലോ പേര്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിനെ കുറിച്ച് പറയാം. തീർച്ചയായിട്ടും ഇതിലെ ഇടി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പീറ്റർ ഹെയ്ൻ ആണെന്നുള്ളതാണ്. ഇവർ പോസ്റ്റേഴ്സിലും അല്ലാതെയൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ വലിയതാക്കി പ്രൊജക്റ്റ് ചെയ്ത് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പീറ്റർ ഹെയ്ൻ, അതായത് പീറ്റർ ഹെയ്നിൻ്റെ ഒരു സിഗ്നേച്ചർ ഞങ്ങളിതിൽ കണ്ടിട്ടില്ല. ഉണ്ട്, ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. തുടക്കത്തിൽ കുട്ടികളുടെ ഒരു ഫൈറ്റ് ഉണ്ട് ചെറുതായിട്ട്, അതിലുണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ അതിലെ നായിക ജയശ്രീ ശിവദാസ് ആള് ചെയ്ത ഒരു ഫൈറ്റ് ഉണ്ട് അതിൽ. ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും, അല്ലാത്തതൊന്നുമില്ല അതില്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവും ഇത് പീറ്റർ ഹെയ്ൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ആണെന്ന്. ബാക്കി ഒന്നിനും പീറ്റർ ഹെയ്ൻ അവിടെ വന്നിട്ട് പോലും തോന്നുന്നില്ല കേട്ടോ, ഒട്ടുമില്ല, അടുത്ത് പോലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇടിയൻ ചന്തു, നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടി, അതാണല്ലോ നമ്മുടെ ഉള്ളിലുണ്ടാവുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു സിനിമ വരുമ്പോൾ പോസ്റ്റേഴ്സ് അങ്ങനെയായിരുന്നു. പിന്നെ അതിലെ കഥാപാത്രങ്ങൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കഥാപാത്രങ്ങളും ഇടിയൻ ചന്തുവിന് ഭയങ്കരമായ ബിൽഡപ്പ് കൊടുക്കുന്നത്. ആളെന്തോ വലിയ മാരകമായ എന്തോ ഭീകരനായിട്ടുള്ളൊരു വ്യക്തി, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന, അടിയോടടി ഉണ്ടാക്കുന്ന, എല്ലായിടത്തും പുറത്താക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ. നമ്മളത് പക്ഷെ കാണുന്നില്ല. ആൾ ഇത്ര പഞ്ചഭാവമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇടിയൻ ചന്തു എന്നുള്ള പേര് ഒട്ടും ആപ്റ്റാവാത്ത ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ചന്തു, അത് ആള് വെറും ഒരു ശുദ്ധനായിട്ടുള്ള മനുഷ്യൻ, പഞ്ചഭാവം ശുദ്ധൻ, ഒരു നല്ല ഇടി വാങ്ങി കൂട്ടുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ, സംസാരിക്കാൻ പോലും ശരിയായ രീതിയിൽ അറിയില്ല. മിനിമം അല്ല മാക്സിമം ഒരു 12 ഡയലോഗ് കിട്ടും, മാക്സിമം സിനിമയിൽ മൊത്തത്തിൽ അത്രേ ഉള്ളൂ തോന്നുന്നു. ആള് സംസാരിക്കുന്നില്ല, ആൾക്കാകെ ഒരൊറ്റ വികാരമുള്ളൂ, നിർവികാരം അല്ലേ, ഈ നൃത്തം മാത്രം. വേറെ ഒരു സംഭവം നമുക്ക് അതിനകത്ത് കാണാൻ കിട്ടുന്നില്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പേര് പോലെയോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് ഒരു എഫക്റ്റ് പോലും ചെയ്യുന്നില്ല. അതാണ് ഈ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അത് വല്ലാത്തൊരു ക്യാരക്ടർ ആയി പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇടി ആഗ്രഹിച്ചിട്ട് ഒരു ഇടി, അതായത് നമ്മുടെ നായകന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇന്റർവെല്ലിന്റെ ഒരു ഭാഗത്ത്. ആ സമയത്ത് ആൾക്ക് ഇടിയേ അറിയില്ല. മാത്രമല്ല ഈ ക്യാരക്ടറിന് ഒട്ടും ആപ്റ്റ് അല്ലാത്ത ഒരാളാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. സത്യമായിട്ടും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചു. ശരിക്കും ആളുടെ ലുക്ക് കൊണ്ട്, ആളുടെ അല്ലെങ്കിൽ വലിപ്പത്തിന്റെ ആ ഇതും കൊണ്ട് ചിലപ്പോൾ ശരിയായിരിക്കാം. ഒരു ക്യാമ്പസ്, ആ ഒരു +2 ക്യാമ്പസ് എന്ന് പറയാൻ പറ്റില്ല, പ്ലസ് ടു ആ ഒരു അതിലേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറിനെ വെച്ച് പടം എടുക്കുമ്പോൾ അതിനനുസരിച്ച് അതേ ഒരു റേഞ്ചിലുള്ള ഒരു വില്ലനെ കൂടി കൊണ്ടുവരണമായിരുന്നു. ഇത് എതിരാളികളുടെ പ്രശ്നമുണ്ട്. പിന്നെ മാത്രല്ല അടിക്കുന്ന രീതിയില്ലേ, ഇടി എന്ന് പറഞ്ഞാൽ ഇടിയായിട്ട് ഫീൽ ചെയ്യണം. ഇത് തള്ളിമാറ്റലും വീഴലും എണീക്കലും ഇതെങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക? ശരിക്കും ഇപ്പൊ ഇതിങ്ങനെ പറയുമ്പോ ഇങ്ങനെയൊക്കെ അല്ല പിന്നെ അടി, അല്ലാണ്ട് ഒറിജിനൽ അടി പോലെ അതുകൊണ്ടല്ല കേട്ടോ. സിനിമയ്ക്ക് ഒരു പേരിടുമ്പോ ആ പേരിനനുസരിച്ചുള്ള ഒരു ഉള്ളിലുള്ള ക്യാരക്ടറിനും അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവണല്ലോ. അത്രേ ഉള്ളൂ. അതായത് ഇതില് ജോണി ആന്റണി ചെയ്യുന്ന കഥാപാത്രം ഒരു സമയത്ത് പറയുന്നുണ്ട് തൻ്റെ മകനെ കുറിച്ച്, അതായത് തന്നേക്കാൾ വിവരം ഉള്ള ഒരാളാണ് തൻ്റെ മകൻ. അപ്പോൾ ആള് പറഞ്ഞാൽ വേറെ അപ്പീലില്ല എന്നുള്ള രീതിയിൽ അത് നമുക്ക് തോന്നും ആ കഥാപാത്രം ശരിയാണ്, അങ്ങേരേക്കാളും പക്വതയും ബുദ്ധിയുള്ള വ്യക്തിയാണെന്ന്. ഓക്കെ, പക്ഷേ ഇതിലെ മറ്റു കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും തരുന്നുണ്ട് ഈ ഇടിയൻ ചന്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരിക്ക് ലാലു ലക്സ് ചെയ്യുന്ന കഥാപാത്രത്തിന് മാത്രമാണ് ശരിയായ രീതിയിൽ ഇടിയൻ ചന്തുവിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത്. കാരണം ഒരു സമയത്ത് പറയുന്നുണ്ട് എൻ്റെ അറിവിൽ ആളൊരു പാവമാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളാണെന്നുള്ളതാണ്. അതാണ് സത്യം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ തുടക്കം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് സിനിമ. കുറച്ച് രസമായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നേരെ മാറും, വേറെ എന്തെങ്കിലും കാണിക്കും, വേറെ വഴിയെ അങ്ങനെ അങ്ങ് മാറ്റി മാറ്റി കൊണ്ടുപോവാണ് സിനിമ. നമുക്ക് തീരുമ്പോൾ നമുക്ക് ഇതിപ്പോ എന്തായിരുന്നു തോന്നിപ്പോ. പ്രധാന വില്ലൻ സ്ക്രിപ്റ്റ് തന്നെയാണ്. അതായത് ഒതുക്കമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊരു ട്രാക്ക് തന്നു, നല്ല രീതിയിലേക്കൊരു വഴി നമുക്ക് ഒരുക്കി തന്ന് നമുക്കിങ്ങനെ മനസ്സിലാവുക ഇന്ന രീതിയിലൊക്കെ അത് പോയി കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കുന്നു. അതിനുള്ള രീതിയിൽ തന്നെ അവർ ഒരുക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അത് എവിടെയോ മിസ് ചെയ്യാണ്, ഒഴിവാക്കി കളയാണ്. അതെ, അത് പിന്നെ അതിലേക്കല്ല പിന്നെ പോകുന്നത്, പിന്നെ വേറെ എന്തൊക്കെയാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്കൂളിന്റെ ചുറ്റിപ്പറ്റി ഒരു കഥ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണിച്ച് പറഞ്ഞു പോകുമ്പോൾ
അത് അവിടെ തന്നെ ഒതുക്കാനുള്ളതിന് അത് വേറൊരു ഇന്റർനാഷണൽ ലെവൽ പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതായത് ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാണ് ഒരു ഇടിയൻ ചന്തു ആയിട്ടുള്ള ഒരാളെ. നമ്മളാളെ ഇതിന് മുൻപ് എന്താണ് കാട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ആളെന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം അവിടെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കാണുന്നില്ല. അതാണ് പ്രശ്നം. അതെ. അതിനുവേണ്ടി പല എലമെൻസുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വില്ലന്മാരുടേതായ രീതിയിൽ ഇന്ന രീതിയിലൊക്കെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശരിയായ രീതിയിൽ വർക്കാവുന്നില്ല. പിന്നെ സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കുറച്ച് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ പിഷാരടി ഇതിലൊരു കാമിയോ റോൾ ചെയ്യുന്നുണ്ട്. നല്ലൊരു സീനായിരുന്നു അത്. പിന്നെ ബിജു സോപാനത്തിന്റെ നല്ല കഥാപാത്രമായിരുന്നു. അതൊക്കെ നന്നായിട്ട് കുറച്ചുകൂടെ കൊണ്ടുവരായിരുന്നു. ശരിക്കും അയാളെയും വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒക്കെ ജോയിന്റ് ചെയ്ത് ഒരു അങ്ങനത്തെ ഒരു ട്രാക്കും കൂടി അങ്ങ് നന്നായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല അടിപൊളിയായി പോയേനെ. അതൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു. പിന്നെ ഇതില് ഗായത്രി അരുൺ ചെയ്യുന്ന ടീച്ചറിന്റെ കഥാപാത്രമുണ്ട്. അതും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടീച്ചർ മകൻ ബന്ധമൊന്നും ശരിയായ രീതിയിൽ വരുന്നില്ല. പിന്നെ ലാലു ലക്സ് എന്നും ചെയ്യുന്ന രീതിയിലുള്ള അതേ സാധനം. ശരിക്കും പറഞ്ഞ സൈക്കോ ആണ് ആള്. അത് നമുക്കറിയാം. ആള് ഈ ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്കറിയാം എത്ര സിനിമയിൽ ആള് തന്നെ ചെയ്ത് മടുത്തിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനത്തെ അതേ സെയിം സാധനം കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂരജ്, പിന്നെ ഫുക്രോ, അങ്ങനെ എല്ലാരും. ഫുക്രോ ഒക്കെ ചെറിയ ചെറിയ സീനുകളൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ. മാന്യമായി ചെയ്തിട്ടുണ്ട്. ചാള ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ വിദ്യ വിജയകുമാർ ആള് കുറച്ച് ഓവറാക്കിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് ഓവറാക്കിയിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ്. എന്തായാലും ആളുടെ സെന്റിമെന്റ്സ് സംഭവങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. അത് എന്തിനാണ് അതിൽ കൊണ്ടുവന്നുള്ളത് ഒരു എത്തുപിടിയില്ല. കാരണം അതിലെ വില്ലന് റിവെഞ്ച് ചെയ്യാനാണെങ്കിൽ, അതായത് ഇന്ന സ്ഥലത്ത് നടന്നു അതേ സ്ഥലത്ത് തന്നെ തീർക്കാനായിരുന്നെങ്കിൽ, ക്ലൈമാക്സ് അങ്ങനെയാണല്ലോ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ആളെന്തിന് പുറത്തുനിന്ന് ഇതിനൊരു പ്രതികാരം ചെയ്യാൻ ശ്രമം നടത്തി എന്നുള്ളത് അത്ഭുതമാണ്. ക്ലൈമാക്സ് അതാണ്. ഇടി തുടരുന്ന എന്ത് ഇടിയാന്നാണ്. എന്തായാലും ഭാഗങ്ങൾക്ക് ലാസ്റ്റ് ഒരു സാധനം ഇടുന്നത് ഇപ്പൊ ഒരു ട്രെൻഡാണ്. അതിപ്പം ഭയങ്കരമായിട്ടും എല്ലാരും അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഭയങ്കര ബോറാണ്. അല്ലെങ്കിൽ അതിൻ്റെതായ വലിപ്പം വേണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയുടെ പേര് പോലെ ചന്തു, നമ്മുടെ സലീം കുമാറിന്റെ മകൻ ചന്തു, ആളെ ക്യാരക്ടറൊക്കെ ഒരു രക്ഷയില്ല, നന്നായിട്ട് ആൾ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഒരു വില്ലനെ കൊണ്ടുപോയി ഇടേണ്ട ഒരു സ്ഥലമല്ലായിരുന്നു ഈ സിനിമയിൽ എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സിലൊക്കെ കാട്ടിക്കൂട്ടണ കാണണം. അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു കുരുക്ഷേത്ര യുദ്ധം. അതെ, ചിലരുടെയൊക്കെ പെർഫോമൻസ് സെറ്റാണ്, സംശയമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ നായിക അമ്പ് ചെയ്യുന്ന സീനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. ആള് ഇടുന്ന ആറ്റിറ്റ്യൂഡുകളാണെങ്കിലും നല്ല ഗംഭീരമായിട്ട്, സ്റ്റാൻഡിങ് ആണെങ്കിലും അങ്ങനത്തെ കുറെ സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിലേക്ക് അമ്പ് ചെയ്യുന്നു, കല്ലെടുത്തെറിയുന്നു, ഇതൊക്കെ കൃത്യമായി ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് തന്നെ എങ്ങനെ കൊള്ളുന്നു എന്നുള്ളത്. അതിന്റെ ഇടയിൽ കൂടി സീസർ കട്ടും IM വിജയന്റെ വേറെ ലെവല്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യമായിട്ടും വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് നന്നായി വരും എന്ന് തോന്നിയോടത്തുനിന്ന് കൈവിട്ടൊരു പോക്കാണ്ട് പോയിട്ട്. പിന്നെ ലെന തൻ്റെതായ രീതിയിൽ ഒരുപാട് മേക്ക് ഓവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മൊട്ടടിച്ചിട്ടും കുറ്റിമുടിയായിട്ടും ലോങ് ഹെയർ ആയിട്ടും പല രീതിയിലും വന്നിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല, മനസ്സിലായിട്ടില്ല. നമുക്കൊന്നും അറിഞ്ഞൂടേ. എന്താണെങ്കിലും സിനിമ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറയാം. നമുക്ക് സിനിമയോട് ഒരു എന്താ പറയാ, ആവറേജിന് താഴെയായിട്ടാണ് നമുക്ക് സിനിമ ഫീൽ ചെയ്തത്. സംവിധാനം ചിലയിടങ്ങളിലൊക്കെ കൊള്ളാം, എന്നാൽ കയ്യൊതുക്കമില്ല എന്ന് തോന്നി. പിന്നെ സ്ക്രിപ്റ്റാണ് മെയിൻ വില്ലൻ. ദീപക് ദേവ് മ്യൂസിക് ഇതുപോലെ തന്നെയാണ്. ചില ഇടങ്ങളിൽ കൈവിട്ട അവസ്ഥ ഉണ്ട്, എന്നാൽ ചില ഇടങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതിന്റെ ടൈറ്റിലിംഗ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് എടുത്ത് ടൈറ്റിലിംഗ് ഒരു അടോറ് സിനിമയുടെ ടൈറ്റിലിംഗ് എന്താ, അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭീകര സാധനമായിരിക്കും. ഭയങ്കര ഇമ്പാക്റ്റ് ആണ് കാണുമ്പോൾ. ഒരു ഗംഭീര ടൈറ്റിലിംഗ് ആയിട്ടുണ്ട്. കാന്താര വൈബൊക്കെ അടിക്കും. അതായത് ആ ഒരു മറ്റേ തെയ്യം പോലത്തെ ഒരു രൂപത്തിന്റെ മുഖം കൊണ്ടുവരുന്നതും അത് കുട്ടീനും മോത്തിക്കണമെന്നും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ കൈവിട്ട കളി. സിനിമയിലും ഇല്ല, കഥാപാത്രത്തിലും ഇല്ല. അതെ, ഈ ശരിക്കും വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു ക്യാരക്ടർ തന്നെ ശരിക്കും ആള് ചെയ്യേണ്ടതല്ലായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനെ ചെയ്യാനൊന്നും ഇല്ല
സത്യം. പിന്നെ ചെയ്തത് വളരെ മോശമായി എന്ന് തോന്നിയിരിക്കും. ആൾക്ക് ചെയ്യാനൊന്നുമില്ല ശരിക്കും. ആളാ ഒരു നൃത്തം, ആ മുഖത്തൊരു വ്യത്യാസം പോലും വരുന്നില്ല. അങ്ങനത്തെ ആ ഒരു ഇതിൽ മാത്രം പോയാൽ മതി. പക്ഷെ എന്നാൽ അതിനനുസരിച്ചുള്ളൊരു അവൻ അതാണല്ലോ എന്ന് നമ്മളെ കാണുന്നവർക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും ഇല്ല. എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ. ഹാങ് ഓവർ ഒന്ന് മാറട്ടെ.